2002 ഗുജറാത്ത് കലാപം ഇന്ത്യയിൽ ഏറ്റവും വേദനാജനകമായ സമുദായ കലാപങ്ങളിലൊന്നായിരുന്നു. ഫെബ്രുവരി 27 ഗോത്രയിൽ അയോധ്യയിൽ നിന്നും തിരിച്ചുവരുന്ന ഹിന്ദു തീർത്ഥാടകർ സഞ്ചരിച്ച കോച്ചിന് തീ പിടിക്കപ്പെട്ടതോടെയാണ് കലാപത്തിന് തുടക്കമായത്. റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തർക്കത്തിനു പിന്നാലെ മുസ്ലിം ജനവിഭാഗം ആക്രമിച്ചു എന്ന ആരോപണത്തിലാണ് 56 പേരെ ഇല്ലാതാക്കിയ അഗ്നിബാധക്ക് കാരണമെന്നാണ് പറയപ്പെടുന്നത്. ഇതിന്റെ പ്രതികാരമായി സംസ്ഥാനമാകെ വ്യാപകമായി മുസ്ലിം ജനങ്ങൾ നേരെ അതിക്രമണങ്ങളുണ്ടായി. മുസ്ലിം പള്ളിയിൽ ഗ്യാസ് സിലിണ്ടർ വെച്ച് തീ കൊളുത്തിയായിരുന്നു കലാപത്തിന് തുടക്കമിട്ടത്. 1000-ത്തിലധികം പേർ, പ്രധാനമായും മുസ്ലിങ്ങൾ, കൊല്ലപ്പെട്ടു. സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്തു കൊന്നുകളഞ്ഞു. ഗർഭിണികളെ പോലും വെറുതെ വിട്ടില്ല. വീടുകൾക്ക് തീക്കൊളുത്തുകയും പള്ളികൾ തകർക്കുകയും ചെയ്തു. അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ നടപടിയില്ലായ്മക്കും ചില ഘട്ടങ്ങളിൽ അക്രമികളെ പിന്തുണക്കുകയും ചെയ്തു എന്ന ആരോപണം ഉയർന്നു. എന്നാൽ സുപ്രീം കോടതി നിയമിച്ച അന്വേഷണ സംഘം പിന്നീട് മോഡിക്ക് ക്ലീൻ ഷീറ്റ് നൽകി. എന്നാൽ ബാനർജി കമ്മീഷന്റെ റിപ്പോർട്ടിൽ ട്രെയിനിൽ തീപിടിച്ചത് ഉള്ളിൽ നിന്ന് തന്നെയാണ് എന്നും കരസേവകർ തങ്ങളുടെ കൂടെ വന്നവർ അയോധ്യയിൽ ട്രെയിനിൽ കയറിയില്ല എന്നതിന്റെ പേരിൽ ചങ്ങല വലിച്ച് ട്രെയിൻ നിർത്തുകയായിരുന്നു. അപ്പോഴാണ് അപകടമുണ്ടായത്. എന്നാൽ വണ്ടി നിന്നിരുന്ന സ്ഥലം നിരപ്പിൽ നിന്നും വളരെയധികം ഉയരത്തിലായിരുന്നു. താഴെ നിന്നും തീ വലിച്ചെറിയാൻ പറ്റാത്ത വിധമായിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് ഗുജറാത്ത് ഹൈക്കോടതി തടഞ്ഞുവെച്ചു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യൂ. കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ.